വലിയ വേദനയിലും അണയാതെ നിന്ന ആവേശത്തിന്റെ അടയാളമായിരുന്നു പുഷ്പൻ. ആ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്, യാത്രാമൊഴി നൽകുകയാണ് നാട്. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് കേരളം വിശേഷിപ്പിച്ച പുഷ്പൻ യാത്രയാവുകയാണ്. പ്രിയ സഖാക്കൾ, പ്രിയ നേതാക്കൾ പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കുന്നു, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MVRനോട് പാർട്ടി രാഷ്ട്രീയമായി ചേർന്ന് നിന്നപ്പോഴോ മകന് സീറ്റ് സമ്മാനിച്ചപ്പോഴോ ഒന്നും ഒരു എതിർ ശബ്ദം ഉയർത്താത്ത പുഷ്പൻ കൃത്യമായി പാർട്ടിയുടെ അച്ചടക്കത്തെയും ചട്ടക്കൂടിനെയും ഒക്കെ അതേ അളവിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഭരണകാലത്ത് പാർട്ടി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമ്പോഴോ, പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണം പിടിച്ചപ്പോഴോ, കൂത്തുപറമ്പ് വെടിവെപ്പിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയ MVRനോട് രാഷ്ട്രീയമായി പാർട്ടി ചേർന്ന് നിന്നപ്പോഴോ വാഴ്ത്തിയപ്പോഴോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കാതെ പാർട്ടിയുടെ നയങ്ങളിൽ, പാർട്ടിയുടെ തീരുമാനങ്ങളിൽ എപ്പോഴും ഐക്യപ്പെട്ട് ജീവിച്ച ഒരു പോരാളിയാണ് വിട പറഞ്ഞു പോകുന്നത്, ഒരു സഖാവാണ് വിട പറഞ്ഞു പോകുന്നത്. MVRൻ്റെ മകന് പിന്നീട് നിയമസഭാ സീറ്റ് നൽകിയപ്പോഴോ അപ്പോഴൊന്നും തന്നെ ഒരു എതിർ ശബ്ദവും പുഷ്പൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. 24-ാം വയസ്സ് മുതൽ ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം കിടക്കയിൽ ഒരേ കിടപ്പ് കിടക്കുന്ന പുഷ്പനെയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, മറ്റ് ജില്ലകളുടെ വിവിധ ഇടങ്ങളിൽ നിന്നുമൊക്കെയുള്ള പ്രാദേശികമായുള്ള പ്രവർത്തകരൊക്കെ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ പുഷ്പൻ്റെ വീട്ടിലെത്തി പുഷ്പനെ കണ്ട് പുഷ്പനോട് സ്നേഹം പ്രകടിപ്പിച്ച് മടങ്ങിപ്പോകുന്നതാണ്. അത് നമുക്കറിയാം, അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. ആ പ്രിയപ്പെട്ട പുഷ്പനാണ് വിട പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ നഷ്ടമായി തന്നെ പുഷ്പൻ്റെ വിയോഗത്തെ കാണുന്നുണ്ട്. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട പുഷ്പൻ വിട പറഞ്ഞു പോകുന്നത് താങ്ങാനാവാത്തൊരവസ്ഥയാണ്. നാടിൻ്റെ യാത്രയയപ്പിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, വിവരങ്ങൾ സജോ. സഖാക്കളെ, സുഹൃത്തുക്കളെ, കിടന്ന കിടപ്പിലും CPIM-ന്, DYFIക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയധികം ഊർജം നൽകിയ മറ്റൊരു നേതാവ് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയണം. അങ്ങനെ 3 പതിറ്റാണ്ടോളം തളർന്നു കിടക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് എത്രത്തോളം ഊർജമായിട്ടുണ്ട് ആ ത്യാഗം, സമര പോരാട്ടം. അങ്ങനെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും സഹനത്തിന്റെ, ത്യാഗത്തിന്റെ വഴിയിലൂടെ അചഞ്ചലമായ പാർട്ടി പുലർത്തി എല്ലായ്പ്പോഴും ആ നിലപാടിൽ പുറത്തുനിന്ന് പാർട്ടിക്ക് എക്കാലവും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ഉറപ്പായും പുഷ്പൻ സ്മരിക്കപ്പെടും, ഓർമ്മിക്കപ്പെടും. ആ വെടിവെപ്പ്, അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പുഷ്പന് ജീവച്ഛവമായി അല്ലെങ്കിൽ അങ്ങനെ ആ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കേണ്ടി വന്നത് എന്നതൊക്കെ ഉറപ്പായും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെയും ഇനി അങ്ങോട്ടേക്കും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, ഉറപ്പായും ഐതിഹാസികമായി തന്നെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒന്നാണ്. പുഷ്പന്റെ മൃതദേഹം നിലവിൽ മേനപ്പുറത്തെ ഈ സംസ്കാര സ്ഥലത്തേക്ക്, അതായത് മാമൻ വാസ്തു സ്മാരക മന്ദിരവും വായനശാലയും പ്രവർത്തിക്കുന്ന സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തേക്ക്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം സജോയിലേക്ക് പിന്നീട് എത്താം എന്നാണ് കരുതുന്നത്. പ്രിയപ്പെട്ട പുഷ്പൻ ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, യാത്രയാവുകയാണ്. കണ്ണൂർ ചുക്ലിയിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരിനൊപ്പം ചേർത്ത് വെച്ച ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ. ആ പുഷ്പനും വിട പറഞ്ഞു പോവുകയാണ്. ആ മുദ്രാവാക്യങ്ങളിൽ അവർക്കൊപ്പം നമ്മൾ കേട്ട പേരായിരുന്നു പുഷ്പൻ്റേത്. ആ പുഷ്പൻ പ്രിയപ്പെട്ട സഖാക്കൾക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. പക്ഷേ ഓർമ്മകളിൽ എന്നും പുഷ്പൻ ഉണ്ടാകും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.